എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അവർ നിങ്ങളിൽ നിന്ന് അകലുകയാണോ, തെളിവുണ്ടെന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഇഷ്ട വ്യക്തി ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുലി ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. അവർ നിങ്ങളിൽ നിന്ന് അകലുകയാണ്. വളരെ ധീരമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എപ്പോഴും എടുത്ത ആളുകളാണ് അവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് റിസ്കുകൾ ആദ്യഘട്ടത്തിലേക്ക് എടുക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. ആ വ്യക്തി പതുക്കെ നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം തോന്നുന്നു. പരമാവധി പെട്ടെന്ന് അടുക്കുകയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുകയും ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധം ദൃഢമാവുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സ്നേഹബന്ധം ദൃഢമായതിൽ, ആ സ്നേഹബന്ധം വളരെ ഗണ്യമായി മുന്നോട്ട് പോയതിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടായി. ജീവിതത്തിൽ അർത്ഥം വന്നതും ജീവിതത്തിലെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടിയതും ജീവിതത്തെ ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി കാണാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിച്ചതും ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ പിന്തുണയാണ്, സ്നേഹമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയും അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ എന്താണ് പിന്നീട് സംഭവിച്ചത്? ആ വ്യക്തിയുടെ കാർക്കശ്യമായ നിലപാടുകളാണോ നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ അകറ്റിയത്? അതോ നിങ്ങൾ സ്വീകരിച്ച, നിങ്ങളെടുത്ത തീരുമാനങ്ങളിലെ വൈകല്യങ്ങളാണോ? ഏതായാലും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ തരത്തിലുള്ള അകൽച്ചകൾ വന്നിരിക്കുന്നു. ആ അകൽച്ചകൾ ആരാണ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അകലുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളെ ബാധിച്ചു. അങ്ങനെ ബാധിച്ച ആ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് തേടാൻ കഴിയുമായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായൊരു കമ്മിറ്റ്മെൻ്റ് എപ്പോഴും കാണിച്ചിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ തരം പ്രതിസന്ധികളിൽ നിന്നും വലിയ ഒരു പോസിറ്റീവ് തരംഗത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങൾ ഈ പോസിറ്റീവ് തരംഗം നിങ്ങൾക്ക് ലഭിച്ചതിലൂടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് വന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് മാറ്റിയെടുക്കാൻ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് പിണങ്ങുന്നു? എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ വ്യക്തിയെ മനസ്സാ വാച കർമ്മണ നിങ്ങൾ ഒരു തരത്തിലും ദ്രോഹിക്കുകയോ മറ്റാരോടെങ്കിലും എന്തെങ്കിലും മോശമായി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അകാരണമായ ഒരു ഗൗരവം ആ വ്യക്തിയിൽ വന്നിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തന്നെ കാരണം അറിയില്ല. ആ വ്യക്തിയോട് ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഏതായാലും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച ചില ആളുകൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച ആളുകൾ എന്തൊക്കെയോ ആ വ്യക്തിയിൽ ചില തെറ്റായ കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് അകൽച്ചയുള്ളത്. പക്ഷേ നിങ്ങൾ അതിലോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം തെറ്റ് നിങ്ങളുടേതല്ല. നിങ്ങൾ ആ വ്യക്തി മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്കെതിരെ മറ്റുള്ളവരുടെ പ്രേരണയാൽ പറയുന്ന കാര്യത്തിൽ 1% പോലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളെ പരാജയപ്പെടുത്താനോ നിങ്ങളെ മോശമാക്കാനോ അവർക്കാർക്കും കഴിയില്ല. ധൈര്യമായി മുന്നോട്ട് പോവുക. ആ വ്യക്തി തെറ്ററിഞ്ഞ് കുറ്റബോധത്തോടെ തിരിച്ചു വന്നിരിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയലായ വെളുത്ത പ്രാവ് ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം. എന്നും സ്നേഹിക്കാൻ മാത്രമായിരുന്നു നിങ്ങൾ പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ചത് അത് തന്നെ. പക്ഷേ
ആ വ്യക്തി നിങ്ങളോട് കാണിച്ചത് മറ്റു വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. എവിടെ വെച്ചും എന്തിനു വേണ്ടിയും ഒക്കെ നിങ്ങൾ നിലപാടെടുത്തപ്പോഴും ആ വ്യക്തിക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് നിങ്ങളെടുത്തത്. ആ വ്യക്തിക്ക് വിഷമമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയോ ആ വ്യക്തിയെ ദ്രോഹിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ വെറുതെ വിടുകയോ നിങ്ങൾ ചെയ്യുമായിരുന്നില്ല. നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയവർക്കെതിരെ ഒരു പിണക്കവുമില്ലാത്തപ്പോഴും ആ വ്യക്തി ഏതെങ്കിലും തരത്തിൽ ദ്രോഹിച്ചവർ, ആ വ്യക്തി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചവർ, അവരോട് നിങ്ങൾക്കെന്നും വലിയ ദേഷ്യമായിരുന്നു, പിണക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി ഇവിടെ കാണിച്ചത് നേരെ തിരിച്ചാണ്. നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലപാടെടുത്ത ഒരു സമീപനം ആ വ്യക്തിയുടെ തുടക്കത്തിൽ നിന്ന് നിങ്ങൾ കണ്ടിരുന്നു. പക്ഷേ പിന്നീട് എന്തൊക്കെയോ, ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ അമിതമായി സ്നേഹിച്ചതുകൊണ്ട്, നിങ്ങൾ ആ വ്യക്തിയോടല്ലാതെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതിരുന്നത്, ആശ്രയിക്കാതിരുന്നത്, നിങ്ങൾ ആ വ്യക്തിയോട് പറയാനുള്ളത് മുഴുവൻ കൃത്യമായി ആ വ്യക്തിയോട് അവതരിപ്പിച്ചതിന്, അതിനൊക്കെ ശേഷം നിങ്ങളിലെ മറ്റു പുതുമകൾ കാണാതിരുന്നപ്പോൾ ആ വ്യക്തിക്ക് ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് നിങ്ങളോടൊരകൽച്ച തോന്നാം. അതിന് പ്രധാന കാരണം ആ വ്യക്തി മോശം ആളുകളുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ വഞ്ചിക്കുന്നവരുമായി ആ വ്യക്തിക്ക് എത്തപ്പെടേണ്ടി വന്നില്ല. ആ വ്യക്തി പ്രണയസംബന്ധിയായോ ബന്ധസംബന്ധിയായോ നിങ്ങളുമായിട്ടാണ് കൂടുതൽ അടുത്തത്. നിങ്ങളെപ്പോഴും ആ വ്യക്തിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കുകയും ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ത് പറയുന്നുവോ അതുപോലെ ആചരിക്കാനോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനോ നിങ്ങൾ ശ്രമിച്ചത്. ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയോ ആ വ്യക്തിയെ വിഷമിപ്പിക്കുകയോ ചെയ്തില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ താളത്തിനൊപ്പം നിൽക്കുകയും ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുകയൊക്കെ ചെയ്ത നിങ്ങളോട് ആ വ്യക്തിക്ക് ഒരു മതിപ്പ് കുറവ് ഇപ്പോൾ തോന്നുന്നു. നിങ്ങളൊന്നും ക്ലെയിം ചെയ്തിരുന്നില്ല, നിങ്ങളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല, നിങ്ങൾ ഒരു കാര്യത്തിൽ ആ വ്യക്തിനെ ബുദ്ധിമുട്ടിച്ചില്ല. ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകൾ മനസ്സിലാക്കി, ഇനി ആ വ്യക്തി വസ്തുത ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണമെങ്കിൽ പോലും ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ വ്യക്തിക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ അത് ആ വ്യക്തിക്ക് ബോറടിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിന് പ്രാധാന്യമില്ല. ആ വ്യക്തി തോന്നുന്നത് പോലെ പ്രവർത്തിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയും ഉറപ്പിച്ച് നിർത്തി നിൽക്കുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്കൊരു ശക്തി നൽകിയിട്ടുണ്ട്. പോയതിലും വേഗത്തിൽ അവർ തിരിച്ചു വന്ന് നിങ്ങളുടെ കാലിൽ സാഷ്ടാംഗം വീണില്ലെങ്കിൽ നിങ്ങളുടെ ശക്തി ഈ ലോകത്തൊന്നുമല്ലാതെ എന്ന് നിങ്ങൾ കരുതിക്കോ. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ആ വ്യക്തി നിങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചിരിക്കും, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്നേഹക്കുറവ് ഇരട്ടി സ്നേഹമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.